തനിക്ക് സിദ്ധുവുമായി ഒരു ഉടമ്പടിയുണ്ടെന്നും അതിന്റെ കാലാവധി തീർന്നാൽ ഇവിടെ നിന്നും സിദ്ധുവിന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരുമെന്നറിഞ്ഞിട്ടും വൈഗ അത് ഓർക്കാൻ ശ്രമിച്ചില്ല. ഇവിടെയുള്ളിടത്തോളം കാലം നല്ല ഓർമ്മകളും സിദ്ധുവിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളും എല്ലാം മനസ്സിൽ കുത്തി നിറയ്ക്കാൻ മാത്രം ആഗ്രഹിച്ചു. തൻ്റെ ദൗത്യം കഴിഞ്ഞിവിടെ നിന്നും ഇറങ്ങി തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ ആ ഓർമ്മകൾ മതിയെന്ന് അവൾ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചിരുന്നു. സിദ്ധു സച്ചുവിനെ കാണാനും അതിനിടയിൽ പോയിക്കൊണ്ടിരുന്നു. ആദ്യമൊക്കെ നല്ല രീതിയിൽ ഇരുവരും സംസാരിക്കുമെങ്കിലും സച്ചുവിൻ്റെ ഓരോ സംസാരം അവന് ദേഷ്യം വന്നുകൊണ്ടിരുന്നു. വൈകിയുടെ ആർത്തവ സമയം ഒരു ആശ്വാസം പോലെ കൂടെ തന്നെ നിന്നു. അവളെ ഹാപ്പിയാക്കിയിരിക്കാൻ ശ്രദ്ധിച്ചു. അവൾക്ക് ആർത്തവമാണെന്നറിഞ്ഞതും അവൻ ഗൈനക് ഡോക്ടറും തൻ്റെ സുഹൃത്തുമായ ലീനയെ പോയി കണ്ടിരുന്നു. കാര്യങ്ങളൊന്നും അവളോട് പറഞ്ഞില്ല. അവനെ കണ്ടപ്പോഴേ സച്ചുവിനെ കുറിച്ചായിരുന്നു ലീനയ്ക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. പീരീഡ്സ് ആയാൽ എത്ര ദിവസം കഴിഞ്ഞാണ് ഗർഭധാരണത്തിനുള്ള സാധ്യത എന്നവൻ ചോദിച്ചറിഞ്ഞു. എല്ലാ കാര്യങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം സിദ്ധു വന്നു. പക്ഷെ വൈകിയോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. എങ്ങനെ അവതരിപ്പിക്കും എന്നൊരു ചിന്ത അവനുണ്ടായി. വൈഗ, സിദ്ധു മുകളിൽ നിന്നും വിളിച്ചതും താഴെ സീതാമ്മയുമായി സംസാരിച്ചുകൊണ്ടിരുന്ന വൈഗ അവൻ്റെ വിളി കേട്ട് അങ്ങോട്ടേക്ക് നടന്നു. മുകളിൽ മുറിയിലെത്തിയതും സിദ്ധുവിനെ അവിടെയൊന്നും കണ്ടില്ല. ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതും അവളൊരു ചിരിയോടെ അങ്ങോട്ട് നടന്നു. സിദ്ധുവേട്ടൻ ഇവിടെ നിൽക്കുകയാണോ? വിളി കേട്ടപ്പോൾ ഞാൻ മുറിയിലുണ്ടാകുമെന്ന് കരുതി. വൈഗ അവനരികിൽ ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. എന്നാൽ സിദ്ധു ദൂരെ എവിടെയൊക്കെ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനസ്സെവിടെയൊന്നുമല്ലെന്ന് തോന്നുന്നു. സിദ്ധുവേട്ടാ, വൈഗ അവനിന്ന് തൊട്ട് വിളിച്ചു. അവൻ ഞെട്ടിയെന്ന പോലെ മുഖത്തേക്ക് നോക്കി. എന്താ പതിവില്ലാതെ ഇവിടെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. എനിക്ക് വൈകിയൊരു കാര്യം പറയാനുണ്ട്. അതിനെന്തിനാ സിദ്ധുവേട്ടാ ഒരു മുഖവര? എന്താണെന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നേരെ അങ്ങ് പറഞ്ഞൂടെ? അവൾക്ക് അവൻ്റെ പതിവില്ലാത്ത ചോദ്യം കേട്ടതും ചിരിയാണ് വന്നത്. അത് പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം വൈകിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉൾക്കൊണ്ടേ മതിയാകൂ. അതാണല്ലോ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി. അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. വൈകിയുടെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ പാഞ്ഞു. താൻ എന്തിനാണോ വന്നത് അതിന് സമയമായിരിക്കുന്നു. അവളുടെ നെഞ്ചൊന്ന് പിടച്ചുവോ അറിയില്ല. ഇവിടെ വന്നതിൽ പിന്നെ തൻ്റെ ജോലി എന്തെന്ന് തന്നെ മറന്ന മട്ടാണ്. വൈകിയുടെ പീരീഡ്സ് ഡേ കഴിഞ്ഞല്ലേ? സിദ്ധു വളച്ചുകെട്ടില്ലാതെ നേരെ തന്നെ ചോദിച്ചു. മറുപടിയായി അവളൊന്ന് മൂളി. ഞാൻ ഒരു ഗൈനക് ഡോക്ടറുടെ അഭിപ്രായം ചോദിച്ചിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആൾ പറഞ്ഞത് പീരീഡ് ഡേയുടെ 9-ാം ദിവസം മുതൽ 18-ാം ദിവസം വരെയാണ് ഓവുലേഷൻ ഡേ ആണ്. ആ ദിവസങ്ങളിൽ ഗർഭധാരണത്തിനുള്ള സാധ്യത കൂടുതലാണെന്ന്. സിദ്ധു പറയുന്നതൊക്കെ വൈഗ മൂളി കേട്ടു. അവൾക്കാകെ ഒരു മരവിപ്പ് തോന്നിയിരുന്നു. ഇനിയും നീട്ടിക്കൊണ്ടു പോകണോ? സമയം വൈകുന്തോറും ഉടമ്പടിയുടെ ദൈർഘ്യവും കൂടും. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവിടെ നിന്നും പോയി. ഇത്രയും ദിവസം താൻ കണ്ട സിദ്ധുവല്ല മുന്നിൽ നിൽക്കുന്നതെന്ന് അവൾക്കൊരു നിമിഷം തോന്നിപ്പോയി. താൻ എന്തിനാണോ വന്നത് അത് പൂർത്തീകരിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടവൾ നിറഞ്ഞു തുടങ്ങിയ കണ്ണുകളെ അമർത്തി തുടച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. 2 ദിവസം സിദ്ധു ശാരീരികമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ 3-ാമത്തെ ദിവസം വൈഗ, ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഇനിയും കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇന്ന് രാത്രി നിന്റെ മനസ്സും ശരീരവും എല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറായി എന്നിൽ നിന്നും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായി തയ്യാറായിരിക്കണം. ഓഫീസിലേക്ക് പോകാൻ മുറിയിൽ നിന്നും ഇറങ്ങും നേരം വൈകിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങിയത്. ഇപ്പോൾ കുറച്ചു ദിവസമായി സിദ്ധു ആകെ മൗനമാണ്. ഒരു നിർവികാരത മാത്രം മുഖത്ത്. ആദ്യത്തെ കളിയോ ചിരിയോ അവളോടില്ല. എന്തോ ഒന്ന് അവനെ അലട്ടുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അത് താനും അവനുമായി ബന്ധിപ്പിക്കുന്നതാണെന്നും അവൾക്ക് തോന്നി. അന്നത്തെ പകൽ വൈകിയിൽ വിരസത മാത്രമായിരുന്നു നിറഞ്ഞു നിന്നത്. സിദ്ധു പറഞ്ഞ കാര്യങ്ങൾ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഇതാണ് തൻ്റെ ജോലിയെന്നറിഞ്ഞിട്ട് എന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എല്ലാം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് താൻ മുന്നോട്ട് വെച്ച പൈസയും തരാമെന്ന് പറഞ്ഞ് അഡ്വാൻസും വാങ്ങിച്ചിട്ടാണ് സിദ്ധുവിൻ്റെ താലി അണിഞ്ഞത്. ഇനി അതിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല. ചെയ്യാൻ പോകുന്നത് തെറ്റാണെന്നൊരു തോന്നൽ. തനിക്ക് വരരുതെന്ന് കരുതിയും തന്നെ ആരും ഒരു മോശം സ്ത്രീയായി മുദ്ര കുത്തരുതെന്നും കരുതി തന്നെയാണ് അദ്ദേഹം ഈ താലി ചാർത്തിയത്. ഇന്നല്ലെങ്കിൽ നാളെ തനിക്കിവിടം ഉപേക്ഷിച്ച് പോകണം. അപ്പോൾ
തന്നെ തെറ്റായ കണ്ണിൽ ആരും കാണുകയോ അതേക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ ചെയ്യരുതെന്ന് സിദ്ധുവേട്ടൻ്റെ മുൻകരുതൽ. എങ്കിലും ഒരു ചോദ്യം മനസ്സിൽ ഇപ്പോഴും ബാക്കിയാണ്. എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് സിദ്ധുവേട്ടന് ഒരു കുഞ്ഞ്? അതിനെ ഒരമ്മയില്ലാതെ വളർത്താൻ അദ്ദേഹത്തിന് കഴിയുമോ? ഒരു സ്ത്രീ ജീവിതത്തിൽ വേണ്ടെന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നത്? ഒരു പെണ്ണിൻ്റെ പിന്തുണയില്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ ഒരു പിൻതലമുറയെക്കുറിച്ചും ചിന്തിക്കരുതല്ലോ. തൻ്റെ വംശം ഇതോടെ അവസാനിക്കണം എന്നല്ലേ കരുതുക? ഇത് അതൊന്നുമല്ല. താൻ അറിയാത്ത അല്ലെങ്കിൽ തന്നോട് പറയാൻ ആഗ്രഹിക്കാത്ത എന്തോ ഒരു കാര്യം ഈ ഉടമ്പടി കല്യാണത്തിനും ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനുമുണ്ട്. അത് സിദ്ധുവേട്ടനോട് തന്നെ ചോദിക്കണമെന്നുണ്ട്. ഒരുപക്ഷെ തന്നോട് പറയാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ തനിക്കത് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓഫീസിലെത്തിയ സിദ്ധു ലാപ്ടോപ്പ് അടങ്ങിയ ബാഗ് തൻ്റെ ക്യാബിനിലെ സോഫയിലേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം കലിയോടെ കോട്ടുമഴിച്ചു മാറ്റി വിസിറ്റേഴ്സ് ചെയറിലേക്കിരുന്നു. അവനാകെ ഡിപ്രസ്ഡ് ആയിരുന്നു. നെറ്റിയിൽ കൈ ചേർത്തുകൊണ്ട് അവൻ കസേരയിൽ ചാഞ്ഞിരുന്നു. വൈകിയോട് ഇന്ന് വരുമ്പോൾ സംസാരിച്ചതിനെക്കുറിച്ച് തന്നെ അവൻ്റെ മനസ്സ് ആശങ്കപ്പെട്ടുകൊണ്ട്. അവളോട് സച്ചുവിനെക്കുറിച്ചോ ഈ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം അറിഞ്ഞാൽ തനിക്ക് അവളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്കും ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൾ തന്നിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ സച്ചുവിനെ പ്രണയിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ താൻ ഇന്നവളെ പ്രണയിക്കുന്നു ജീവിതത്തിലുടനീളം കൂടെ കൂട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ താനും സച്ചുവും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, തങ്ങളുടെ പ്രണയം, അവൾക്ക് കൊടുത്ത വാക്ക്, ഇതെല്ലാം വേണ്ടെന്ന് വെക്കാൻ തനിക്കാവില്ല. മനസ്സ് രണ്ടുപേരിലുമായി ആകെ ഉഴറിക്കിടക്കുകയാണ്. രണ്ടുപേരെയും ഒരുപോലെ വേണം എന്നാഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് 2 ഭാര്യമാരുമായി ഒരുമിച്ച് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ അതിനോട് തനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പിന്നെ സച്ചു, തൻ്റെ ആദ്യ പ്രണയം, അവളുമായുള്ള ജീവിതം, ഒരപകടം തൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റി എന്നവന് തോന്നി. ആലോചനകൾ തല പെരിപ്പിക്കുന്നുവെന്ന് തോന്നിയതും അവൻ്റെ കോഫി കുടിക്കാനായി എഴുന്നേറ്റ് ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇത് കുടിക്കും. മിഥു വർഷയ്ക്ക് നേരെ ഗുളിക നീട്ടി. എൻ്റെ പൊന്നു മിഥുനേട്ടാ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല. എനിക്കറിയാം മരുന്നൊക്കെ എടുത്ത് കഴിക്കാൻ, വർഷ ഒരു ചിണുക്കത്തോടെ പറഞ്ഞു. അതെനിക്കറിയാം, നീ കൊച്ചുകുട്ടിയല്ലെന്ന്. കൊച്ചുകുട്ടികൾ നിന്നേക്കാളും ഭേദമാണ്. കഴിക്കടി അങ്ങോട്ട്. അവൻ അവളെ ശകാരിച്ചുകൊണ്ട് വെള്ളം നീട്ടി. ഉള്ള സമയം എന്നെ കളിയാക്കിക്കോ. ഞാനേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം, അവൾ പരിഭവിച്ചു. അതെനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. നിനക്ക് ഞാനും എനിക്ക് നീയും, നമുക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ പെണ്ണെ. മിഥുൻ പറഞ്ഞതും വീട്ടുകാരുടെ ഓർമ്മകളിൽ ഇരുവരുടെയും മിഴികൾ ഈറനണിഞ്ഞു. മിഥുൻ കട്ടിലിൽ അവൾക്കരികിലേക്കിരുന്നു. തോളിലൂടെ കൈ ചേർത്ത് അവളെ അണച്ചു പിടിച്ചു. വിഷമിക്കല്ലേ, നീ സങ്കടപ്പെട്ട, നിന്റെ മനസ്സ് വിഷമിച്ച എനിക്ക് നീയും കൂടി ഇല്ലാതാകും. അത് വേണോ? അവളുടെ സങ്കടം കണ്ടതും അവനത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല മിഥുനേട്ടാ, എന്നാലും ഇത്രയൊക്കെ ആയിട്ടും നമ്മളൊന്ന് അന്വേഷിച്ചു പോലും ഇല്ലല്ലോ. അവൾക്ക് സങ്കടം നിൽക്കുന്നുണ്ടായിരുന്നില്ല. മിഥുൻ ഒന്നും മിണ്ടിയില്ല. അവനുള്ളിലും ഏറെ സങ്കടമായിരുന്നു. ഇത്രയ്ക്കും വെറുക്കപ്പെടാൻ മാത്രം തങ്ങൾ ഇതിനു മാത്രം തെറ്റ് ചെയ്തുവോ എന്നവൻ ചിന്തിച്ചു. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നത് ഇത്രയ്ക്ക് വലിയ തെറ്റ്. അവനുള്ളിൽ ചോദ്യങ്ങൾ ഏറെയായിരുന്നു. സച്ചു മോളെ. എന്താ മമ്മ? ഒന്ന് കണ്ണടയ്ക്കുമ്പോഴേക്കും എന്തിനെങ്ങനെ വിളിക്കുന്നേ? നീ എന്താ രാത്രി ഉറങ്ങുന്നില്ലേ? നേരം വെളുത്തതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും വീണ്ടും ഉറക്കം വരാൻ? അവളുടെ ശോകമൂകമായ അവസ്ഥ കണ്ട് അവർക്ക് അരിശം നിറഞ്ഞിരുന്നു. സിദ്ധുവിൻ്റെ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ ഇങ്ങനെയാണ്. ഒരു ഉത്സാഹമില്ലാത്തതുപോലെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. മമ്മ രാവിലെ തന്നെ എൻ്റെ മെക്കിട്ട് കയറണ്ട. എനിക്കിഷ്ടമുള്ളപ്പോൾ ഉറങ്ങാതിരിക്കും. മമ്മയ്ക്കെന്താ? അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. മോളെ സച്ചു, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്താ പറ്റിയത്? അവൾക്കരികിൽ നിന്ന് മിഴികൾ നിറച്ച് ചോദിച്ചു. മമ്മയൊന്ന് പോയേ, എനിക്ക് കുറച്ച് സമാധാനം വേണം പ്ലീസ്. ഗതിയിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയതും അവർ ചുമരിലേക്ക് ചാരി. ഒരു പൊട്ടിക്കരിച്ചിൽ അവരുടെ കണ്ടനാളത്തിൽ വന്നു തടഞ്ഞു. സച്ചു കേൾക്കേണ്ട എന്ന് കരുതി വായ സ്വയം പൊത്തിക്കൊണ്ട് അവർ ചുമരിലൂടെ ഊർന്നിരുന്നു. പെട്ടെന്ന് അവളുടെ അരികിൽ വെച്ചിട്ടുള്ള ഫോൺ ബെല്ലടിച്ചതും അവൾ പതിയെ അത് വിരലമർത്തി റിസീവ് ചെയ്ത് ലൗഡിലിട്ടു. സിദ്ധുവിൻ്റെ ശബ്ദം അവളെ തേടിയെത്തി. സച്ചു. സിദ്ധുവിൻ്റെ പ്രണയത്തോടെയുള്ള സ്വരം. പ്ലീസ് സിദ്ധു, ഇനി വൈകി പ്രഗ്നൻ്റ് ആണെന്ന് പറയാനല്ല നീ എന്നെ വിളിക്കാനോ കാണാനോ ശ്രമിക്കരുത്.
പ്ലീസ്, ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് സച്ചിൻ ഞൊടിയിടയിൽ ഫോൺ കട്ട് ചെയ്തതും സിദ്ധു ദേഷ്യത്തോടെ കയറുന്ന ഫോൺ നിലത്ത് വലിച്ചെറിഞ്ഞു. അവൻ സ്വയം മുടി പിടിച്ച് വലിച്ചുകൊണ്ട് ഉറക്കെ അലറി. ഒരു വെഗൂടെ ആടിക്കുഴഞ്ഞ ശബ്ദത്തിൽ സിദ്ധു കൗണ്ടറിലേക്ക് നോക്കി വിരലുകൊണ്ട് കാണിച്ചതും മിഥുൻ അവനെ തടഞ്ഞു. സിദ്ധു, വേണ്ട, മതി, ഇപ്പോഴേ കൂടുതലാണ്. മിഥുൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞതും സിദ്ധു അവൻ്റെ കൈകളെ തട്ടിമാറ്റി. പോടാ, നീ ആരെ എന്നെ ഉപദേശിക്കാൻ? ഒരുത്തിയുടെ ഉപദേശം കേട്ടാ ഞാൻ ഇങ്ങനെയായത്. ഇനി നിൻ്റെയും കൂടെ വേണ്ട, കേട്ടല്ലോ? കുഴഞ്ഞു മറിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് സിദ്ധു മുന്നിൽ കൊണ്ടുവച്ച പെഗ് ഒറ്റ വലിക്ക് കുടിച്ചു. സിദ്ധു, ഇനി കുടിച്ചു മരിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ്ടാ? എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മിഥുൻ അവനെ കുടിക്കുന്നതിൽ നിന്നും തടയാൻ ശ്രമിച്ചു. പരിഹാരം? എനിക്കറിയാം എന്ത് വേണമെന്ന്. സിദ്ധു പുച്ഛത്തോടെ മിഥുനെ നോക്കി. കുടിച്ചു കുടിച്ച് കണ്ണുകളൊക്കെ ചുവന്ന് കയറിയിട്ടുണ്ട്. സിദ്ധു സാർ ബാറിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞാണ് താൻ അറിയുന്നത്. ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ മദ്യപിക്കുന്നൊരു ഫോട്ടോ സെൻഡ് ചെയ്തു തന്നപ്പോൾ വിശ്വസിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ വർഷയെ അപ്പുറത്തെ ഏൽപ്പിച്ച് വേഗം ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തിയപ്പോൾ സിദ്ധു കുടിച്ച് ആകെ കിറുങ്ങിയാണിരിക്കുന്നത്. അവൻ്റെ പറച്ചിലിൽ എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. സിദ്ധു, എഴുന്നേറ്റേ. മിഥുൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കി. അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ബാറിന് പുറത്തേക്കിറങ്ങി. അവൻ കുടിക്കും, പക്ഷെ ഇതുവരെ കാണുന്നത് ആദ്യമാണ്. മിഥുൻ അവനെ കാറിലേക്ക് കയറ്റി ഡോറടച്ചു. അപ്പോഴും സിദ്ധു എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ഡോ, സിദ്ധുവിനെ വീട്ടിൽ കൊണ്ടുപോയാക്കിയിട്ട് താൻ കാറുമായി വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ രാവിലെ അവനോട് വിളിച്ചു പറഞ്ഞോളാം. മിഥുൻ ഡ്രൈവറോട് പറഞ്ഞപ്പോൾ അയാൾ തലയാട്ടി കാർ സ്റ്റാർട്ട്. മിഥുൻ അവൻ പോകുന്നതും നോക്കി നിന്നു. അപ്പോഴും ഇവനിങ്ങനെ കുടിക്കാൻ മാത്രം എന്തു പറ്റിയെന്ന ചിന്ത അവനെ മതിച്ചുകൊണ്ടിരുന്നു. നാളെ ആവട്ടെ അവനോട് ചോദിച്ചറിയണമെന്ന് തന്നെ തീരുമാനിച്ചു. മോള് പോയി കിടന്നു. അവൻ വന്ന ജാനകി വാതിൽ തുറന്നു കൊടുത്തോളൂ. ഇങ്ങനെ വൈകി വരാറുണ്ടോ? മുറ്റത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് വൈകിയ അരികിലിരിക്കുന്ന സീതാമ്മയോട് ചോദിച്ചു. എപ്പോഴും ഇല്ലെങ്കിലും വല്ലപ്പോഴും. മോള് പോയി കിടന്നു, ഞാനും കിടക്കാം. ജാനകി, എന്നെ ഒന്ന് മുറിയിലാക്കിക്കേ. സീതാമ്മ അടുക്കള ഒതുക്കുകയായിരുന്ന ജാനകിയോട് പറഞ്ഞതും ജാനകി അവരെ വന്ന് മുറിയിലാക്കി. കൊച്ചു സിദ്ധുമോന് ചേച്ചി വാതിൽ തുറന്നു കൊടുത്തോളാം. ചേച്ചി കൂടി ഉറപ്പ് പറഞ്ഞതും അവൾ മനസ്സില്ലാ മനസ്സോടെ മുറിയിലേക്ക് നടന്നു. അപ്പോഴും സിദ്ധു എവിടെയാണെന്നുള്ള ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു.